ഇപ്പോൾ ശ്രീലേഖ മിത്ര നമ്മുടെ പ്രതികരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഈ അഭിനേത്രിയാണ് രഞ്ജിത്തിനെതിരെ വളരെ ശക്തമായ വാക്കുകളിൽ രംഗത്ത് വന്നത്. ഇപ്പോൾ ശ്രീലേഖ മിത്ര നമുക്കൊപ്പം ടെലിഫോണിൽ ചേർന്നു. ശ്രീലേഖ മിത്ര, വാട്ട് ഈസ് യുവർ റിയാക്ഷൻ? ആക്ച്വലി അവർ ചെയർമാൻ ഓഫ് ചലച്ചിത്ര അക്കാദമി ഹസ് റിസൈൻഡ്. ശ്രീലേഖ മിത്ര നമ്മോട് അല്പം മുമ്പ് പ്രതികരിച്ചു. അതിൻ്റെ ആ വാക്കുകളിൽ ടെലിഫോണിലായിരുന്നു ശ്രീലേഖ മിത്ര പ്രതികരിച്ചത്. ഈ വാക്കുകളിലേക്ക്. I am not happy. I am a good soul at the end of the day. I don't want somebody to suffer. But yes, people should come to know. And this practice had been going on since the beginning of the patriarchal society, the advent of the patriarchal society. So, and it is 95% of the people in the film industry across the nation does the same. He hasn't sexually assaulted me. He was testing me. He was trying to do it in a different way. He was waiting for my response. You cannot probably say that he's a criminal. Yes, maybe he's a womanizer. Being a womanizer is, according to law, not a crime. He hasn't done any crime according to law. But I have taken a stand. I was not comfortable. So, apparently he is a good director. I wouldn't want him to, or the Malayalam film industry to suffer, because then they'll be losing him or a potential good director. I don't want that to happen. Nobody would want that to happen. But we women should be treated with respect, and women who take advantage or manipulates these men should be equally revoked, or should be equally blamed for the act. All women are not saints. They take advantage. ശ്രീലേഖ മിത്രയാണ് 24 സംസാരിച്ചത്. ശ്രീലേഖ മിത്ര വളരെ രൂക്ഷമായ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും പ്രതികരിക്കുന്നത്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേർന്ന്. വിജയകുമാർ, താങ്കളുടെ പ്രതികരണം എന്തായാലും അവർ വളരെ ശക്തമായ വാക്കുകൾ തന്നെ പറയുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ശ്രീലേഖ മിത്ര പറയുന്നത്. ഇക്കാര്യത്തിൽ തനിക്ക് സന്തോഷമില്ല, പക്ഷെ ഒരു വെളിപ്പെടുത്തൽ, ഒരു തുറന്ന പറച്ചിൽ നടത്തിയത് എന്താണ് സിനിമാ വ്യവസായത്തിൽ നടക്കുന്നത് എന്ന കാര്യം ജനങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ്. അതിൽ വ്യക്തിപരമായ സന്തോഷത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല എന്ന് അവർ പറയുന്നു. അവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ നിയമപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആ താരം ഇനി നടത്തുമോ? കേരള പോലീസ് സമീപിച്ചാൽ അവരെന്തെങ്കിലും കൂടുതൽ അതുമായി സഹകരിക്കുമോ എന്ന് നമുക്കറിയില്ല. നേരത്തെ നമ്മളോട് സംസാരിച്ച സിദ്ദിഖിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ച, പരാതി ഉന്നയിച്ച തിരുവനന്തപുരത്ത് അഭിനേത്രി പറഞ്ഞത് അവർക്ക് പോലീസിൽ നിന്ന് മോശാനുഭവം ഉണ്ടായി. ഇനിയിപ്പോൾ ഇതിലേതെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായാൽ വീണ്ടും വീണ്ടും ആ മോശാനുഭവം ഉണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു സമീപനം, ഇപ്പോൾ അന്വേഷണവും മറ്റോ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നത് ആ സമയത്തെ സാഹചര്യം നോക്കി തീരുമാനമെടുക്കുമെന്ന്. യഥാർത്ഥത്തിൽ വളരെ വളരെ ഗൗരവമുള്ള ഒരു മറ്റൊരു വിഷയം കൂടിയാണ്. ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം പരാതികൾ, ഇത്തരം വെളിപ്പെടുത്തലുകൾ പറയുന്നവർക്കൊപ്പം സംവിധാനങ്ങൾ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിലനിൽക്കില്ല. ആ സംവിധാനങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടില്ല എന്നൊരു വലിയ വിമർശനം കൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ തുടർച്ചയായി ഇത്തരം വിമർശനങ്ങൾക്ക് അവർ വീണ്ടും 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 വിധേയരാകേണ്ടി വരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. ഈ താരങ്ങളുടെ, ഈ ചലച്ചിത്ര പ്രവർത്തകരുടെ ഒക്കെ അനുകൂലികൾ, അവരെ അനുകൂലിക്കുന്നവർ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർക്കെതിരെ വിമർശനം ഉന്നയിക്കും. അങ്ങനെ ഒരുതരം ഒറ്റപ്പെടൽ ഇവർക്ക് വീണ്ടും വീണ്ടും ഈ വ്യവസായത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ എങ്ങനെ അവരെ നിയമ സംവിധാനങ്ങൾ അവരോടൊപ്പം നിൽക്കും, അവരെ പിന്തുണയ്ക്കും എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഈ അഭിനേത്രി എന്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകുന്നില്ല എന്നതിൻ്റെ ഉത്തരമൊക്കെ അത്തരം മുൻകാല അനുഭവങ്ങളിൽ കിടക്കുന്നുണ്ട്. ഈ മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യയിൽ സിനിമയിൽ ആകെ ഇത്തരം പ്രതിസന്ധികൾ, ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ അഭിനേത്രി, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി സൂചിപ്പിക്കുന്നത്. അതിലേക്കൊക്കെ വെളിച്ചം വീശാവുന്ന തരത്തിൽ, അതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ചെറിയ തോതിലെങ്കിലുമുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു വെളിപ്പെടുത്തലായി ഇത് മാറുന്നുണ്ട് എങ്കിൽ അതാണ് പ്രധാനം. ഇത് ജനങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വലിയ ഇപ്പോൾ ആനി രാജ പറഞ്ഞതുപോലെ രാജി വൈകിപ്പോയി എന്ന് ഇടതുപക്ഷത്തുള്ളവർ പോലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ LDFിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിരുന്ന വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ അടക്കം സൂചിപ്പിക്കുന്നു രാജി വൈകി. ഇത്തരം ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ മാറി നിന്നുകൊണ്ടൊരു അന്വേഷണത്തെ നേരിടാൻ ആ ആരോപണ വിധേയൻ സ്വമേധയാ രംഗത്ത് വന്ന് പറയുന്നതാണ് ആർജവം. അതുണ്ടായില്ല എന്നത് ഖേദകരമാണെന്ന് ആനി രാജയെ പോലുള്ളവർ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഞാൻ നേരത്തെ പറയായിരുന്നു, ഇപ്പോൾ CPMൻ്റെ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞതായി നമ്മൾ കേട്ടില്ല. ഇപ്പോൾ വനിതാ മന്ത്രിമാർ ഡോക്ടർ R ബിന്ദുവോ വീണ ജോർജോ ഒക്കെ രഞ്ജിത്ത് രാജിവെക്കണം എന്ന് വളരെ ആവേശത്തോടെ ആർജവത്തോടെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല. അവിടെയും ഇവിടെയും തൊടാതെ മറുപടി പറയുന്നതാണ് നമ്മൾ ഇന്നലെ പകൽ കണ്ടത്. വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് ഭരണഘടനാ പദവിയിലൊന്നുമില്ല എങ്കിൽ പോലും അത് ആനി രാജ മാത്രമാണ്. ചില യുവജന സംഘടനാ നേതാക്കളൊക്കെയാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം രഞ്ജിത്തിനുമേൽ ലെവലേശം പോലും ഉണ്ടായില്ല. മറിച്ച് ഉയർന്നു വന്ന സാമൂഹ്യ സമ്മർദ്ദങ്ങൾ അദ്ദേഹം രാജിവെക്കാതെ വഴിയില്ല എന്ന നിലയിലേക്ക്, ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് തന്നെയാണ്. അത്രത്തോളം ഗൗരവമുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്. കേവലം ഒരു സംവിധായകൻ മാത്രമല്ല, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്, സംസ്ഥാനത്തെ ചലച്ചിത്ര നയം രൂപീകരിക്കുന്ന സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അയാൾ അത്തരം ഒരാൾക്കെതിരെയാണ് ഒരു വനിത, ഒരു മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ഒരു അഭിനേത്രി വളരെ ഗൗരവമുള്ള ആരോപണം മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. ആ ഒരു ഘട്ടത്തിലും രാജിവെക്കേണ്ടതില്ല, രാജി ആവശ്യപ്പെട്ടിട്ടില്ല, രാജിവെക്കില്ല എന്ന നിലപാട്